നമസ്കാരം, ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഈ കുത്തുവാക്കുകൾ പറഞ്ഞാൽ ഭാഗ്യം കുറയുമോ? ഇതാണ് ഞങ്ങൾ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം കുത്തുവാക്കുകളെന്ന് പറയുമ്പോൾ പല പേരിൽ അറിയപ്പെടും. പല നാടൻ ഭാഷയുണ്ട്. മുള്ളു വെച്ച വർത്താനം എന്ന് പറയും, കൊളുത്ത് വർത്താനം എന്ന് പറയും, പിന്നെ തമിഴ് പറയുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഭാഗ്യം കുറയുമോ? ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ അനുഭവങ്ങൾ പറയുന്നു. ഓക്കെ, പിന്നെ ഞങ്ങളുടെ ചാനലിനെക്കുറിച്ച് പറയാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഓക്കെ, ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചുറ്റും ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ഉടനടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാഗ്യം ഉണ്ടായില്ലെങ്കിൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഏതെങ്കിലും ഒരു ശ്രദ്ധേയമായ മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവും. പോട്ടെ, ഒരു 2 മാസം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് പണച്ചെലവൊന്നുമില്ല, മറ്റ് നഷ്ടങ്ങളൊന്നും നിങ്ങൾക്കുണ്ടാകുന്നില്ല. ഒരു 2 മാസം പരീക്ഷിക്കുക. ശ്രദ്ധേയമായ ഒരു മാറ്റം, നല്ല മാറ്റം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 2 മാസത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് തന്നെ ഞങ്ങൾ അവകാശപ്പെടുന്നു. 2 മാസത്തിനുള്ളിൽ ഒന്നും നടന്നില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സംഭവം വിഷയത്തിലേക്ക് കടക്കാം. എനിക്ക് 64 വയസ്സുണ്ട്. ഓക്കെ, ഈ 64 വയസ്സിനിടയ്ക്ക് എനിക്ക് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ചുരുക്കിയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും കർമ്മങ്ങളും എനിക്കെതിരെ ചെയ്തിട്ടുള്ള 100% പേർക്കും ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 10,000 പേരെന്ന് നമുക്ക് ഏകദേശം കണക്ക് കൂട്ടാം. ഓക്കെ, അതിൽ 17 പേര് ദുർമരണപ്പെട്ടു. അതിൽ തന്നെ ഈ 17 പേരിൽ 9 പേര് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ 17 പേരുടെയും അനുഭവങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരാളുടെ കാര്യം പറയാം. ഓക്കെ, ഞാൻ കൊല്ലത്ത് ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് നമുക്കൊരു സ്ഥാപനമുണ്ട്, സ്വന്തം ബിൽഡിങ് തന്നെ. അപ്പോൾ അവിടെ 35 വർഷമായിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു. ബേസിക്കായിട്ടുള്ള ഒരു ചെറിയ സ്ഥാപനമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടി 35 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഓക്കെ, ഏകദേശം 7 വർഷത്തിന് മുമ്പാണ് സംഭവം നടക്കുന്നത്. ഒരു ദിവസം എന്നെടുക്കാമെന്ന് പറഞ്ഞു, ഒരാൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ എന്നിട്ടാണ് അവൾ കാര്യം പറയുന്നത്. 7 വർഷം മുമ്പാണ്. അത് ഇന്നപോലെ ഒരു ആൾ, പേരൊന്നും നമ്മൾ പറയുന്നില്ല, ലൊക്കേഷനും പറയുന്നില്ല. ഓക്കെ, അയാൾ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. അയാളുടെ സ്ഥാപനത്തിൽ ഈ സ്ത്രീ ചെന്നു, നമ്മുടെ സ്റ്റാഫ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ മുതലാളി ചോദിച്ചു, നീ ഇപ്പോൾ എവിടെ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ പിന്നാരുടെ ഷോപ്പിലാണ്. ഉടനെ എടുത്ത വായിലാൾ പറഞ്ഞതാണ്, അവൻ്റെ സ്ഥാപനത്തിൽ നാണവും മാനവുമുള്ള അന്തസ്സുള്ള ആരെങ്കിലും ജോലി ചെയ്യുമോ? നീ വേറെ ഒരിടത്തും ജോലി നോക്കാം എന്ന് അയാൾ പറഞ്ഞു. ഓക്കെ, ഇത് പറഞ്ഞ ദിവസം എന്നെടുക്കെ പറഞ്ഞില്ല. ഈ വിഷയം ഈ സ്ത്രീ എന്നെടുക്കെ പറഞ്ഞില്ല. ഏകദേശം 1 വർഷം കഴിഞ്ഞ്
ഈ ഡയലോഗ് പറഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ഈ പറഞ്ഞ ആൾ ആത്മഹത്യ ചെയ്തു. ഓക്കെ, അതിനുശേഷമാണ് ഈ സ്ത്രീ എന്നോട് പറയുന്ന ഈ വിഷയം. ഇങ്ങനെ ഏകദേശം 1 വർഷം, ഇയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് ഏകദേശം 1 വർഷം മുമ്പ് ഇയാൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ദിവസം തന്നെ എന്നിടയ്ക്ക് അത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോയി വഴക്കുണ്ടാക്കുകയോ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. സംഭവിച്ചത് ഇതാണ്. ഇയാൾ ഈ ഡയലോഗ് പറഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഇയാൾക്ക് ക്യാൻസർ വന്നു, ഏതോ തരത്തിലുള്ള ക്യാൻസർ വന്നു, ദേഹം മുഴുക്കെ നീരായി, കിടപ്പിലായി, മരിക്കുമെന്ന് 100% ഉറപ്പായി. അത് മാത്രമല്ല, ചികിത്സിക്കാൻ പണവുമില്ല. അയാൾ ആത്മഹത്യ ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനൊരു സംഭവമാണ്. ഇതുപോലെ 17 പേർക്ക് ദുർമരണം സംഭവിച്ചിട്ടുണ്ട്, എനിക്കെതിരെ വാക്കുകളും പ്രവൃത്തികളും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം 10,000-ത്തിലധികം ആൾക്കാർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നേരിട്ട് എനിക്കറിയാം. അപ്പോൾ അതിലൊരാളുടെ അനുഭവം ഞാൻ പറയാം. ഈ ദുർമരണം സംഭവിച്ച 17 പേരിൽ ഒരാളുടെ ഇത് ഞാൻ പറഞ്ഞു. ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള 10,000 പേരിൽ ഒരാളുടെ കാര്യം കൂടെ ഞാൻ പറയാം. ഇയാൾ സ്ഥിരം നമുക്കെതിരെ ഈ കുത്തുവാക്കുകൾ പറയുന്ന ഒരാളാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് അയാൾക്ക് നാവ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല പുള്ളിക്ക്. അതുമാത്രമല്ല, ഏകദേശം ഒരു 10 വർഷമായിട്ട് അദ്ദേഹത്തിന് നടക്കാനും പറ്റത്തില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിൽ സ്ഥിരം കിടപ്പാണ്. ഇപ്പോഴും ആൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ കുത്തുവാക്കുകൾ പറയുന്നവർ ആരാണ്? വ്യതിരിക്തമായ നിയോഗമില്ലാത്തവരാണ് ഈ കുത്തുവാക്കുകൾ പറയുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞ, ലളിതമായ ഭാഷ പറഞ്ഞ, അതിശക്തമായ നിയോഗമില്ലാത്തവരാണ് ഈ കുത്തുവാക്കുകൾ പറയുന്നത്. സ്വന്തം ജീവിതം കൊണ്ട് ഗണ്യമായ ഒരു ജീവിത ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ആൾക്കാരല്ല ഈ കുത്തുവാക്കുകൾ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ഭാഷയാണ്. ഓക്കെ, കുറച്ചും കൂടെ താഴ്ത്തി പറയുകയാണെങ്കിൽ നല്ല പൈതൃകമില്ലാത്തവരാണ് ഈ കുത്തുവാക്കുകൾ പറയുന്നത്. ഇനിയും താഴ്ത്തി പറയാം, വളരെയധികം താഴ്ത്തി നമുക്ക് പറയാം. പക്ഷേ അത് പറഞ്ഞാൽ യൂട്യൂബുകാർ നമ്മുടെ വീഡിയോയും ചിലപ്പോൾ ചാനലും ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതിനകത്തൊരു പാട്ടുണ്ട്. അതിനകത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ വരും, തന്തന തന്തന തന്താ തന്തന തന്തന തന്താ. ആ വരിയിൽ താ നമ്മൾ എടുക്കുന്നു. ഓക്കെ, പിന്നെ ഷാജി എൻ കരുണിൻ്റെ ഒരു സിനിമയുണ്ട്, പിറവി. ഓക്കെ, ആ പിറവിയിൽ നിന്ന് പിയും എടുക്കുന്നു. ഓക്കെ, ത പി, തപി. ഈ തപികളാണ് ഈ കുത്തുവാക്കുകൾ പറയുന്നത്. ഈ പറയുന്നവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ അവരെന്തോ വലിയ ആൾക്കാരാകുമെന്നാണ്, എന്തോ വലിയ കഴിവാണെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ സംഭവം നെഗറ്റീവായിട്ടുള്ള സംഭവം നടക്കുക തന്നെ ചെയ്യും. അതായത് ടു എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് ന്യൂട്ടൻ്റെ ചലന നിയമം മാത്രമല്ല, പ്രപഞ്ച നിയമമാണ്. ആർക്കൊക്കെ എതിരെയാണ് പൊതുജനം കുത്തുവാക്കുകൾ പറയുന്നത്? 100% ഉറപ്പാണ്, ഈശ്വരാധീനമുള്ളവരെയാണ് ഈ സമൂഹം, ഈ
തപികൾ. ഓക്കെ, തപികൾ. ഈ തപികൾ എന്ന് പറഞ്ഞ് യൂട്യൂബിന് മനസ്സിലാകത്തില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, മനസ്സിലാവണം. അപ്പോൾ തപികൾ ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? ഈശ്വരാധീനമുള്ളവരെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദ്രോഹിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും. കാരണം ടു എവറി ആക്ഷൻ ദർ വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ. ഇതിനൊക്കെ ഈ കുത്തുവാക്ക് പറയുന്നവരെയൊക്കെ തപികളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? മറുപടി പറയേണ്ട കാര്യമുണ്ടോ? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ് ഒരാൾ നമ്മുടെ നേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് പ്രവൃത്തി അല്ലെങ്കിൽ വാക്ക് പറയുന്നത്? നമ്മുടെ സാന്നിധ്യം അയാളിൽ അപകർഷതാബോധം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവരെ ഒന്ന് ചവിട്ടി താത്തിയെങ്കിൽ നമുക്ക് ടോപ്പിൽ വരാം. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ തപികൾ, കുത്തുവാക്കുകൾ പറയുന്നത്. അതിന് ഏറ്റവും നല്ല മറുപടി സൈലൻസ് ആണ്. സൈലൻസ് ഈസ് ദ ബെസ്റ്റ് ആൻസർ. പക്ഷേ ഉറപ്പാണ്, ഞാനിപ്പോൾ രണ്ടുപേരുടെ കാര്യമേ ഞാൻ പറഞ്ഞേ ഉള്ളൂ, പറയാമെങ്കിൽ ഒരുപാട് ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, കുത്തുവാക്കുകൾ പറയുന്നവർക്ക് അവർക്ക് നെഗറ്റീവ് എനർജി കൂടുന്നു. കാര്യം അവരുടെ നാക്കും തൊണ്ടയും മാത്രമല്ല, ബ്രെയിനും മാത്രമല്ല, ശരീരം മുഴുവൻ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുമ്പോഴാണ് അവർ ഈ കുത്തുവാക്കുകൾ പറയുന്നത്. അപ്പോൾ കുത്തുവാക്കുകൾ പറയുമ്പോൾ സ്വയം നെഗറ്റീവ് എനർജി ഏറ്റെടുക്കുകയാണ്, ഏറ്റുവാങ്ങുകയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാവും. അതിന് നമ്മൾ മറുപടി പറയേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, തപികളെ നമുക്ക് സമ്പൂർണ്ണമായിട്ടും അവഗണിക്കാം. ഓക്കെ, അവരുടെ നിയോഗം എന്താണ്? ഈശ്വരൻ പറഞ്ഞ് അവരുടെ നീ ഭൂമിയിൽ ചെന്ന് കുറേ പേരെ ഒന്ന് ചൊറിഞ്ഞിട്ട് വാടാ. ഓക്കെ, അവരുടെ നിയോഗം അവർ വിജയകരമായി നിർവഹിക്കട്ടെ. അതിനുള്ള പ്രതിഫലം ഈശ്വരനായിട്ട് തന്നെ കൊടുക്കും. നമ്മളായിട്ട് വളരെ ബുദ്ധിമുട്ടി അതിനുവേണ്ടി ചിന്തിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ആ സമയമുണ്ടെങ്കിൽ വല്ല മന്ത്ര ജപം നടത്തുക, ഓം നമ ശിവായയോ അല്ലെങ്കിൽ ഓം നമോ നാരായണയോ ഒക്കെ. അപ്പോൾ കുത്തുവാക്കുകൾ പറഞ്ഞാൽ ഭാഗ്യം പോകുമെന്ന് മാത്രമല്ല, നിർഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ കുത്തുവാക്കുകൾ പറയുന്നവർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നിർദ്ദേശം ഇതാണ്, എൻ്റെ സജഷൻ ഇതാണ്. ആ സമയം കൊണ്ട് വല്ല നാമജപം നടത്തുക, മന്ത്രങ്ങളും പ്രാർത്ഥനയൊക്കെ നടത്തുക. ഓക്കെ, മറ്റുള്ളവരെ നമ്മൾ ഒരു തരത്തിലും ദ്രോഹിക്കാൻ പാടില്ല. അത് വാക്കുകൊണ്ടോ ചിന്ത കൊണ്ട് പോലും ദ്രോഹിക്കാൻ പാടില്ല. എനിവേ, ഇപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നഷ്ടപ്പെടാൻ നിർഭാഗ്യങ്ങൾ മാത്രം. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നേടാനുള്ളത് സൗഭാഗ്യങ്ങളുടെ പെരുമഴ. ഓക്കെ, നമസ്കാരം, ശുഭദിനം.